അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ അഖീദയുടെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. 4ാം ക്ലാസ്സിലെ അഖീദയിലെ 1ാമത്തെ പാഠം അല്ലാഹു മൗജൂദുൻ എന്നതാണ്. 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹീലായ സിഫത്തുകളും 1 ജായിസായ സിഫത്തുകളുമാണുള്ളത്. ഈ സിഫത്തുകളെ വിവരിക്കുകയാണ് 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളിലെ. നമുക്ക് ഓരോ പാഠങ്ങളിലും ചെറിയ രൂപത്തിലുള്ള വിശേഷണങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അല്ലാഹു മൗജൂദുൻ, അല്ലാഹു ഉള്ളവനാണ്, ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു മൗജൂദുൻ, അല്ലാഹു ഉള്ളവനാണ്. സർവലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. ആരാധനക്ക് അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. സർവലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവും ഇല്ല. അവനെപ്പോലെ ആരുമില്ല. അവന് തുല്യമായി ഒരു വസ്തുവും ഇല്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു. അവ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ എന്താണ് കാര്യങ്ങൾ ഗ്രഹിച്ചത് എന്ന് നോക്കാം. സർവ്വലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അത് പരിപാലിക്കുന്നത് അള്ളാഹുവാണ്. നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ലോകവും മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അള്ളാഹു എപ്പോഴും ഉള്ളവനാണ്. ചില ദിവസങ്ങളിലോ ചില മാസങ്ങളിലോ അല്ലെങ്കിൽ ചില സമയങ്ങളിലോ മാത്രമുള്ളവനല്ല അള്ളാഹു. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവുമില്ല. അള്ളാഹുവിന് തുടക്കവുമില്ല, അവസാനവുമില്ല. നമുക്കൊക്കെ തുടക്കമുണ്ട്, അവസാനമുണ്ട്. അള്ളാഹുവിന് തുടക്കവുമില്ല, അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. അള്ളാഹുവിനെ പോലെ ആരുമില്ല. അള്ളാഹു കാണുന്നു, നമ്മളും കാണുന്നു. അള്ളാഹു കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന് കേൾക്കാൻ ചെവിയോ കാണാൻ കണ്ണോ ആവശ്യമില്ല. നമുക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നമുക്കെന്ത് വേണം? കണ്ണ് വേണം. അതേപോലെ കേൾക്കാൻ ചെവി വേണം, സംസാരിക്കാൻ നാവ് വേണം. ഇതൊന്നും ഇല്ലാതെയാണ് അള്ളാഹു കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. അവന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവനോട് തുല്യമായി അഥവാ അവനെ പോലെയുള്ള ഒരാൾ ലോകത്ത് ആരും തന്നെ ഇല്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന് ഏതെങ്കിലും രൂപത്തിലുള്ള ആശ്രയം ആവശ്യമില്ല. നമുക്കൊക്കെ ആശ്രയം ആവശ്യമുണ്ട്. നമ്മളെ ചെറുപ്പത്തിൽ തന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത്. നമ്മളെ അത്രത്തോളം ആശ്രയിക്കേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാണ്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ്. അവ നമുക്കിങ്ങനെ പഠിക്കാം. വുജൂദ്, ഉള്ളവനായിരിക്കൽ. അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് വുജൂദ്, ഉള്ളവനായിരിക്കൽ. 2 ഖിദം, തുടക്കമില്ലാതിരിക്കൽ. അള്ളാഹുവിന് തുടക്കമില്ല. 3 ബഖാ, അന്ത്യമില്ലാതിരിക്കൽ അഥവാ അവസാനം ഇല്ലാതിരിക്കൽ. 4 മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ. സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ. 5 ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. സ്വയം നിലനിൽക്കൽ.
ഇപ്പോൾ ഇവിടെ 5 അള്ളാഹുവിൻ്റെ നിർബന്ധമായും ഉണ്ടാകേണ്ട അഥവാ വാജിബായ സിഫത്തുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളും അഥവാ ഉണ്ടാവൽ അനിവാര്യമായത്, 20 മുസ്തഹീലായ സിഫത്തുകളും അഥവാ ഉണ്ടാകാൻ പാടില്ലാത്തത്, ഒരു ജായിസായ സിഫത്തും ഉണ്ട്. അപ്പോൾ അള്ളാഹുവിന് 20 വാജിബും 20 മുസ്തഹീലും ഒരു ജായിസും, അങ്ങനെ 41 സിഫത്തുകളാണ് ഉള്ളത്. നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിൻ്റെ 5 വിശേഷണങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ 5 സിഫത്തുകൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചതുപോലെ വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. ഇത് അള്ളാഹുവിൻ്റെ 5 വാജിബായ സിഫത്തുകളാണ്. നമുക്ക് യോജിച്ചത് എഴുതാം എന്നതാണ്. യോജിച്ചത് എടുത്തെഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ ചില സിഫത്തുകൾ നൽകിയിട്ടുണ്ട്. ആ സിഫത്തുകൾ അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് എഴുതുക. വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. ഒന്നാമത്തത് തുടക്കമില്ലാതിരിക്കൽ. തുടക്കമില്ലാതിരിക്കൽ ഖിദമാണ്. തുടക്കമില്ലാതിരിക്കൽ ഖിദം. 2 ബഖാ. രണ്ടാമത്തത് ഉള്ളവനായിരിക്കൽ. ഉള്ളവനായിരിക്കൽ വുജൂദ്. ഉള്ളവനായിരിക്കൽ വുജൂദ്. 3 സൃഷ്ടികളുടെ എല്ലാ നിലക്കും എതിരാവൽ. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. 4 അന്ത്യമില്ലാതിരിക്കൽ. അന്ത്യമില്ലാതിരിക്കൽ ബഖാ. അന്ത്യമില്ലാതിരിക്കൽ ബഖാ. 5 സ്വയം നിലനിൽക്കൽ. ഖിയാമുൻ ബിൻ നഫ്സ്. ഖിയാമുൻ ബിൻ നഫ്സ്. ഇനി നമുക്ക് എണ്ണം എഴുതാം എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. വാജിബായ സിഫത്തുകൾ 20, മുസ്തഹീലായ സിഫത്തുകൾ 20, ജായിസായ സിഫത്ത് 1. 4ാം ക്ലാസ്സിൻ്റെ അഖീദയുടെ രണ്ടാമത്തെ പാഠം നമുക്ക് നോക്കാം. അല്ലാഹു അഹദ് എന്നതാണ് പാഠത്തിൻ്റെ പേര്. അല്ലാഹു ഏകനാണ്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗവും കൂടി നമുക്ക് നോക്കാം. അല്ലാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. നേരത്തെ 5 നമ്മൾ പഠിച്ചു. ഈ പാഠത്തിലൂടെ 8 കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നു. അതേതെല്ലാം എന്ന് നോക്കാം. വഹ്ദാനിയത്ത്, ഏകത്വം. അല്ലാഹു ഏകനാണ് അഥവാ അല്ലാഹു ഒറ്റയാണ്. 7 ഖുദ്റത്ത്, കഴിവ്. അല്ലാഹുവിന് കഴിവ് ഉണ്ട് എന്നുള്ളതാണ് ഖുദ്റത്ത്. 8 ഇറാദത്ത്, ഉദ്ദേശിക്കൽ. ഇറാദത്ത് ഉദ്ദേശിക്കൽ. 9 ഇൽമ്, അറിവ്. 10 ഹയാത്ത്, ജീവിച്ചിരിക്കൽ. ഹയാത്ത് ജീവിച്ചിരിക്കൽ. 11 സമഅ, കേൾവി. സമഅ കേൾവി. 12 ബസ്വർ, കാഴ്ച. ബസ്വർ കാഴ്ച. 13 കലാം, സംസാരം. 13 കലാം, സംസാരം. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പോൾ ഇവിടെ നൽകിയ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ടാകാം. അതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ്. എന്നാൽ അള്ളാഹുവിനുള്ളതോ അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് ആരും നൽകിയതല്ല. നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. 8 വിശേഷണങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചത്. നമുക്ക് തദ്രീബാത്തിലൂടെ കൂടി ഇതിൻ്റെ വിഷയം നോക്കാം. ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ 3 എഴുതുക. നമ്മളിവിടെ 8 സിഫത്തുകൾ പഠിച്ചു. അതിൽ നിന്ന് ഏതെങ്കിലും 3. വഹ്ദാനിയത്ത്, ഏകത്വം.
ഖുദ്റത്ത് കഴിവ്, ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഇൽമ് അറിവ്, ഹയാത്ത് ജീവിച്ചിരിക്കൽ, സമഅ് കേൾവി, ബസർ കാഴ്ച, കലാം സംസാരം. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതുക. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അർത്ഥം എഴുതാം എന്നതാണ്. 1 സമഅ് കേൾവി, സമഅ് കേൾവി. 2 ഖുദ്റത്ത് കഴിവ്, ഖുദ്റത്ത് കഴിവ്. 3 ബസർ കാഴ്ച, ബസർ കാഴ്ച. 4 കലാം സംസാരം, കലാം സംസാരം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. നമുക്ക് നോക്കാം. ഇൽമ്, ഇൽമ് എന്നതിൻ്റെ വിപരീതം എന്താണ്? ഇൽമ് എന്നതിൻ്റെ വിപരീതം നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിവില്ലായ്മ. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, അതിൻ്റെ വിപരീതമാണ് അറിവില്ലായ്മ. രണ്ടാമത്തേത് ഖുദ്റത്ത്, ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, അതിൻ്റെ വിപരീതമാണ് കഴിവില്ലായ്മ. 3 ബസർ കാഴ്ച, കാഴ്ച, അതിൻ്റെ വിപരീതമാണ് കാഴ്ചയില്ലായ്മ. 4 ഇറാദത്ത് ഉദ്ദേശം, ഇറാദത്ത് ഉദ്ദേശിക്കൽ, അതിൻ്റെ വിപരീതമാണ് ഉദ്ദേശം ഇല്ലാതിരിക്കൽ. 5 സമഅ് കേൾവി, അതിൻ്റെ വിപരീതമാണ് കേൾവി ഇല്ലായ്മ. 6 കലാം സംസാരം, കലാം എന്ന് പറഞ്ഞാൽ സംസാരം, അതിൻ്റെ വിപരീതം സംസാരമില്ലായ്മ, സംസാരമില്ലായ്മ. 7 ഹയാത്ത് ജീവിച്ചിരിക്കൽ, അതിൻ്റെ വിപരീതമാണ് മരണം. 8 വഹ്ദാനിയത്ത് ഏകത്വം, അതിൻ്റെ വിപരീതമാണ് ഒന്നിലധികം ആവൽ, ഒന്നിലധികം ആവൽ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉസ്താദിൻ്റെ സഹായത്തോടെ എഴുതാം. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? നമുക്ക് നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഇവിടെ അഹദ് എന്നതിൻ്റെ അഥവാ വഹ്ദാനിയത്ത് എന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2 അല്ലാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്, അപ്പോൾ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നവനാണ് അഥവാ ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കുന്നവനാണ്. 3 വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒന്നുമില്ല അഥവാ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ. ഇതാണ് ഓരോ ആയത്തിലും അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ അഖീദയുടെ മൂന്നാമത്തെ പാഠം അല്ലാഹു ഖാദിറുൻ, അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അവൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ
ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. നമുക്ക് ഇതിലൂടെ എത്ര സിഫത്തുകൾ നമുക്ക് പഠിക്കാൻ നോക്കാം. ഖാദിറുൻ 14-ാമത്തെ സിഫത്ത്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ 5 എണ്ണവും രണ്ടാമത്തെ പാഠത്തിൽ 7 എണ്ണവും അഥവാ 12 എണ്ണം നമ്മൾ 13 8 എണ്ണം പഠിച്ചു. അങ്ങനെ 13 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി 14-ാമത്തത് ഖാദിറുൻ. ഖാദിറുൻ കഴിവുള്ളവനാണ്. ഇവിടെ നമുക്ക് 7 എണ്ണവും കൂടി കഴിയുമ്പോൾ നമുക്ക് 20 സിഫത്തുകൾ പൂർത്തിയാകും. ഒന്നാം പാഠത്തിൽ 5 എണ്ണവും രണ്ടാം പാഠത്തിൽ 8 എണ്ണവും മൂന്നാം പാഠത്തിൽ 7 എണ്ണവും. 14-ാമത്തെ സിഫത്താണ് ഖാദിറുൻ കഴിവുള്ളവൻ. 15 മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ. മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ. 16 ആലിമുൻ അറിയുന്നവൻ. ആലിമുൻ അറിയുന്നവൻ. 17 ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ. ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ. 18 സമീഉൻ കേൾക്കുന്നവൻ. സമീഉൻ കേൾക്കുന്നവൻ. ബസീറുൻ കാണുന്നവൻ. ബസീറുൻ കാണുന്നവൻ. മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. നമ്മളിവിടെ 7 സിഫത്തുകളാണ് പഠിച്ചത്. ഖാദിറുൻ, മുരീദുൻ, ആലിമുൻ, ഹയ്യുൻ, സമീഉൻ, ബസീറുൻ, മുത്തകല്ലിമുൻ. ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിനിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീൽ എന്ന് പറയും. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾക്ക് എതിരായിട്ട് ഉള്ളതാണ് മുസ്തഹീലായ സിഫത്തുകൾ. വാജിബായ സിഫത്തുകൾ അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായതാണ്. അതിൻ്റെ വിപരീതമായിട്ടുള്ളത് അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീൽ എന്നാണ് പറയുന്നത്. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. അപ്പോൾ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹു അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനെയാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 20 സിഫത്തുകളുമായി ബന്ധപ്പെട്ട ഒരു പദ്യം നോക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ സമീഉൻ البصير والمتكلم له صفات 7 تنتظم فقدرة إرادة سمع بصر حياة العلم كلام استمر. ഇങ്ങനെ അള്ളാഹുവിന് 20 സിഫത്തുകളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു പദ്യമാണ്. അള്ളാഹുവിൻ്റെ 20 സിഫത്തുകളും ഒരുമിച്ച് കൂടിയ ഒരു പദ്യം. നമ്മൾ പദ്യം പഠിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ 20 സിഫത്തുകൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഭാഗം 1 വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ 7 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 3. ഖാദിറുൻ കഴിവുള്ളവൻ, മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, ആലിമുൻ അറിയുന്നവൻ, ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, സമീഉൻ കേൾക്കുന്നവൻ, ബസീറുൻ കാണുന്നവൻ, മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. ചോദ്യം 2. മുസ്തഹീൽ. എന്താണ് മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിനാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. ചോദ്യം 3. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത്. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏതാണ്?
ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, വിപരീത പദം എടുത്തെഴുതുക. നമ്മളിവിടെ 7 സിഫത്തുകൾ പഠിച്ചു. ഈ 7 സിഫത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായി. അതിൻ്റെ വിപരീതമാണ് മുസ്തഹിലായ സിഫത്ത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വിപരീത പദം നമുക്ക് എടുത്തെഴുതാം. 1 ബസീർ. ബസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്നവൻ. ബസീർ കാണുന്നവൻ. അതിൻ്റെ വിപരീതമാണ് കാഴ്ച ഇല്ലാത്തവൻ. കാഴ്ച ഇല്ലാത്തവൻ. 2 മുരീദുൻ, ഉദ്ദേശിക്കുന്നവൻ. മുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവൻ. അതിൻ്റെ വിപരീതമാണ് ഉദ്ദേശിക്കാത്തവൻ. 3 ഖാദിറുൻ, കഴിവുള്ളവൻ. മൂന്നാമത്തെ കഴിവുള്ളവൻ. അതിന് നേരെ വിപരീതമാണ് കഴിവില്ലാത്തവൻ. 4 ആലിമുൻ, അറിയുന്നവൻ. ആലിമ് അറിയുന്നവൻ. അതിൻ്റെ നേരെ വിപരീതമാണ് അറിവില്ലാത്തവൻ. അറിവില്ലാത്തവൻ. 6 മുതകല്ലിമുൻ, സംസാരിക്കുന്നവൻ. അതിൻ്റെ നേരെ വിപരീതമാണ് സംസാരിക്കാത്തവൻ. 7 ഹയ്യുൻ, ജീവിക്കുന്നവൻ. ഹയ്യ് ജീവിച്ചിരിക്കുന്നവൻ. അതിൻ്റെ വിപരീതമാണ് ജീവിച്ചിരിക്കാത്തവൻ. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി നോക്കാം. ഉത്തരം എഴുതാം എന്നതാണ് അടുത്ത ഭാഗം. ചോദ്യം 1, സമഅ് എന്ന സിഫത്തുള്ള അള്ളാഹു സമീആകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ എഴുതാം. സമഅ് എന്ന സിഫത്തുള്ള അള്ളാഹു സമീഅ് ആകുന്നു. 2, ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു. 3, ഖുദ്റത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിർ ആകുന്നു. 4, ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹയ്യ് ആകുന്നു. 5, ഇറാദത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, സിഫത്തുകൾക്ക് കളർ നൽകാം. വാജിബായ സിഫത്തുകൾക്ക് പച്ചയും മുസ്തഹിലായ സിഫത്തുകൾക്ക് ചുവപ്പും നൽകുക എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വാജിബ് ഉണ്ടാകൽ നിർബന്ധമായതാണ്, അപ്പോൾ ശരി എന്നിട്ടിട്ടുണ്ട്. മുസ്തഹീൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അപ്പോൾ തെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് വാജിബ് ഏതാണ് മുസ്തഹീൽ. തുടക്കം ഇല്ലാതിരിക്കൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ്. അതുപോലെ അന്ത്യം ഉണ്ടാകൽ അത് മുസ്തഹീലായ സിഫത്താണ്. സംസാരിക്കുന്നവൻ വാജിബായ സിഫത്താണ്. സ്വയം നിലനിൽക്കൽ വാജിബായ സിഫത്താണ്. കഴിവില്ലാത്തവൻ മുസ്തഹീലായ സിഫത്താണ്. ഏകത്വം വാജിബായ സിഫത്താണ്. കാഴ്ചയുള്ളവൻ വാജിബായ സിഫത്താണ്. അജ്ഞത മുസ്തഹീലായ സിഫത്താണ്. കേൾവി ഇല്ലാത്തവൻ മുസ്തഹീലായ സിഫത്താണ്. സംസാരം വാജിബായ സിഫത്താണ്. ഉദ്ദേശിക്കാത്തവൻ മുസ്തഹീലായ സിഫത്താണ്. ബധിരൻ മുസ്തഹീലായ സിഫത്താണ്. അറിവുള്ളവൻ വാജിബായ സിഫത്താണ്. കഴിവുള്ളവൻ വാജിബായ സിഫത്താണ്. ഇങ്ങനെ നമുക്ക് ഏതൊരു സിഫത്തും വാജിബായ സിഫത്ത് ഏതാണ് എന്നും മുസ്തഹിലായ സിഫത്ത് ഏതാണ് എന്നും കൂടി മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. നമുക്ക് 4ാമത്തെ പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ അഖീദയുടെ 4ാമത്തെ പാഠം അല്ലാഹു മുനസ്സഹുൻ, അല്ലാഹു പരിശുദ്ധനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഈ പാഠത്തിലൂടെ ഭാഗം നോക്കാം. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ എന്ന് പറയപ്പെടും. അവ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്തതാകുന്നു.
അവ നമുക്ക് പഠിക്കാം. അപ്പോൾ അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചു. ഇതിന് വിപരീതമായി പറയുന്ന സിഫത്തുകൾക്ക് മുസ്തഹീലി എന്ന് പറയുന്നു. ആ സിഫത്തുകൾ നമുക്ക് ഏതെല്ലാം എന്നും കൂടി ഒരു ചാർട്ട് രൂപത്തിലായിട്ട് നമുക്ക് നോക്കാം. വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. വാജിബായ സിഫത്തിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതാണ്. എന്നാൽ നമുക്കതിൻ്റെ വിപരീതമായ സിഫത്ത് ഏതാണ് എന്നും അതിൻ്റെ അർത്ഥം എന്താണ് എന്നും കൂടി നോക്കാം. ഒന്ന്, വുജൂദ്. അതിൻ്റെ മുസ്തഹീലായ സിഫത്താണ് ആദം, അതിനർത്ഥം ഇല്ലാതിരിക്കൽ. ഖിദം വാജിബായ സിഫത്താണ്, മുസ്തഹീലായ സിഫത്ത് ഹുദൂസ്, അതിൻ്റെ അർത്ഥം പുതുതാവൽ. മൂന്നാമത്തെ ബഖാ, അതിൻ്റെ മുസ്തഹീലായ സിഫത്താണ് ഫനാ, നശിക്കൽ. 4, മുഖാലഫത്തുൽ ഹവാദിസ്, അതിൻ്റെ മുസ്തഹീലായ സിഫത്താണ് മുമാസലത്തുൽ ഹവാദിസ്, അതിൻ്റെ അർത്ഥം സൃഷ്ടികളോട് തുല്യമാവൽ. 5, ഖിയാമും ബിൻ നഫ്സ്, അതിൻ്റെ മുസ്തഹീലായ സിഫത്താണ് ഇഹ്തിയാജ്, അർത്ഥം അന്യാശ്രയം. 6, വഹദാനിയത്ത്, അതിൻ്റെ മുസ്തഹീലായ സിഫത്താണ് തഅദ്ദുദ്, അതിൻ്റെ അർത്ഥം ഒന്നിലധികമാവൽ. 7, ഖുദ്റത്ത്, അതിൻ്റെ വിപരീതമാണ് അജ്സ്, അതിൻ്റെ അർത്ഥം കഴിവില്ലായ്മ. 8, ഇറാദത്ത്, അതിൻ്റെ വിപരീതമാണ് കറാഹത്ത്, അഥവാ ഉദ്ദേശം ഇല്ലാതിരിക്കൽ, ഉദ്ദേശം ഇല്ലായ്മ. 9, ഇൽമ്, അതിൻ്റെ വിപരീതമാണ് ജഹ്ല്, അർത്ഥം അറിവില്ലായ്മ. 10, ഹയാത്ത്, അതിൻ്റെ വിപരീതമാണ് മൗത്ത്, അർത്ഥം മരണം. 11, സമഅ്, അതിൻ്റെ വിപരീതമാണ് സമം, അതിൻ്റെ അർത്ഥം കേൾവിയില്ലായ്മ. 13, കലാം, അതിൻ്റെ വിപരീതമാണ് ബക്കം, അതിൻ്റെ അർത്ഥമാണ് സംസാരമില്ലായ്മ. 14, കൗനുഹു ഖാദിറൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു ആജിസൻ, അതിൻ്റെ അർത്ഥം കഴിവില്ലാത്തവനാവൽ. 15, കൗനുഹു മുരീദൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു കാരിഹൻ, അതിൻ്റെ അർത്ഥമാണ് ഉദ്ദേശം ഇല്ലാത്തവനാവൽ. 16, കൗനുഹു ആലിമൻ, അതിൻ്റെ അർത്ഥമാണ് കൗനുഹു ജാഹിലൻ, അതിൻ്റെ അർത്ഥമാണ് അറിവില്ലാത്തവനാവൽ. 17, കൗനുഹു ഹയ്യൻ, അതിൻ്റെ അർത്ഥം കൗനുഹു മയ്യിത്തൻ, അതിൻ്റെ അർത്ഥമാണ് ജീവനില്ലാത്തവനാവൽ. 18, കൗനുഹു സമീഅൻ, അതിൻ്റെ അർത്ഥമാണ് കൗനുഹു അസമ്മ, കേൾവി ഇല്ലാത്തവനാവൽ. 17, കൗനുഹു ബസ്വീറൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു ആഴ്മ, അതിൻ്റെ അർത്ഥം കാഴ്ച ഇല്ലാത്തവനാവൽ. 18, കൗനുഹു മുത്തകല്ലിമൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു അബുക്കം, സംസാരമില്ലാത്തവൻ ആവൽ, സംസാരം ഇല്ലാത്തവനാവൽ. അതിനു പുറമെ നമ്മൾ 20 സിഫത്തുകളായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. 20 സിഫത്ത്: വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്, വഹദാനിയത്ത്, ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സമഅ്, ബസർ, കലാം. ഖാദിറുൻ, മുരീദുൻ, ആലിമുൻ, ഹയ്യുൻ, സമീഉൻ, ബസീറുൻ, മുത്തകല്ലിമുൻ. ഇങ്ങനെ നമ്മൾ 20 സിഫത്തുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഈ 20 സിഫത്തുകളുടെ നേർവിപരീതമായ സിഫത്തുകളും നമ്മൾ
പഠിച്ചു കഴിഞ്ഞു. ഇനി അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഇതിനെയാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഇനി ഇതിൻ്റെ തദ്രീബാത്ത് കൂടി നമുക്ക് നോക്കാം. മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത്? മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത്? ഉത്തരം, മുസ്തഹിലായ സിഫത്ത് എന്നാൽ അള്ളാഹുവിന് ഉണ്ടാവൽ വാജിബായ സിഫത്തുകൾക്ക് വിപരീതമായി ഉണ്ടാകുന്ന സിഫത്തുകളെയാണ് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തിനെ മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുന്നു. അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളെ മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുന്നു. അടുത്ത രണ്ടാമത്തെ വിപരീതം എഴുതാം എന്നതാണ്. ഇവിടെ ചില സിഫത്തുകൾ നൽകിയിട്ടുണ്ട്, അതിൻ്റെ വിപരീതം എഴുതണം. ഖുദ്റത്തുൻ, അതിൻ്റെ വിപരീതമാണ് അജ്സ്. 2 കൗനുഹു മുരീദൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു കാരിഹൻ. 3 ബസർ, അതിൻ്റെ വിപരീതമാണ് അമാ. 4 കൗനുഹു മുത്തകല്ലിമൻ, അതിൻ്റെ വിപരീതമാണ് കൗനുഹു അബ്കം. ഇങ്ങനെ നമുക്ക് അടുത്ത ഭാഗം അർത്ഥം എഴുതാം എന്നതാണ്. 1 കൗനുഹു കാരിഹൻ. കൗനുഹു കാരിഹൻ, അതിൻ്റെ അർത്ഥം എന്താണ്? കൗനുഹു കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാകൽ. കൗനുഹു കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാകൽ. രണ്ടാമത്തത് തഅദ്ദുദ്. തഅദ്ദുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികമാവൽ. തഅദ്ദുദ് ഒന്നിലധികമാവൽ. 3 കൗനുഹു അസമ്മ്. കൗനുഹു അസമ്മ്, അതിൻ്റെ അർത്ഥമാണ് കേൾവി ഇല്ലാത്തവനാവൽ. കേൾവി ഇല്ലാത്തവനാവൽ. അടുത്ത ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അതിൻ്റെ അർത്ഥമാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് നന്നായി പഠിക്കാനും നന്നായി പരീക്ഷ എഴുതാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.